സ്നേഹവന്ദനത്തെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. തിരുവല്ലയിൽ ഈ 100-ാം ദിനത്തിൽ ഒരു പ്രതിഷേധ റാലിക്കായി സംസാരിക്കാനായിട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് രാവിലെ മുതൽ എന്നെ വിളിക്കുന്ന മണിപ്പൂരിലെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞപ്പോൾ അവരൊന്നടക്കം പറഞ്ഞത് ഞങ്ങളുടെ സ്നേഹ സന്ദേശം, ഞങ്ങളുടെ സ്നേഹാദരവുകൾ കേരള ജനതയോട് അറിയിക്കണം എന്നുള്ളതാണ്. അവരുടെ വേദനയിൽ ഏറ്റവും അടുത്തു നിന്ന ഒരു സമൂഹമായിട്ടാണ് കേരള മക്കളെ അവർ കണ്ടിരിക്കുന്നത്, മലയാളികളെ കണ്ടിരിക്കുന്നത്. അവിടുത്തെ കഷ്ടതകളെ നേരടി കാണുവാൻ, അവരുടെ മരണക്കിടക്കയിൽ പലരെയും സന്ദർശിക്കുവാൻ, ആശ്വാസം പകരുവാൻ വലിയവനായ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നു എന്നുള്ളത് സന്തോഷപൂർവ്വം കൂടെ അറിയിക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കലും അഡ്വക്കേറ്റ് ജോണി ജോസ് കല്ലനും ഞാനും കൂടെ ആ പ്രദേശത്തേക്ക് പോയപ്പോൾ എങ്ങനെയായിരിക്കും ആ പ്രദേശത്തുള്ള ജനത ഇത്രമാത്രം കഷ്ടതയിലൂടെ കടന്നു പോയി. ആ ദേശത്തേക്ക് ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ കണ്ടതായ കാഴ്ചകൾ ഞങ്ങളെ വളരെ ഹൃദയ ഭാരം നൽകുന്നതായിരുന്നു. ആദ്യത്തെ ഗ്രാമത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ആ ഗ്രാമം മുഴുവനും കത്തി നശിച്ചു കിടക്കുകയാണ്. ഏകദേശം 145ഓളം വീടുകൾ ഒന്നടങ്കം കത്തി നശിച്ചു കിടക്കുന്ന ആ ഗ്രാമത്തിൽ നിന്ന് അവർ പാർക്കുന്ന 28 കിലോമീറ്റർ ദൂരത്തേക്ക് ഞങ്ങൾ സഞ്ചരിച്ച് അവരെ കാണുവാൻ ചെന്നപ്പോൾ എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ വേദനയോടുകൂടെ കയറി ചെല്ലുമ്പോൾ ഞങ്ങൾ കേൾക്കുന്ന ഒരു ഗാനമുണ്ട്. അവര് ഒന്നടങ്കം പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ നിങ്ങള് യൂട്യൂബിലും മറ്റു ചാനലുകളിലൊക്കെ മെയിൻ ചാനലുകളൊക്കെ കേട്ടതായിട്ടുള്ള വൈറലായിട്ടുള്ള ആ പാട്ടാണ്. ആ പാട്ട് അവർ പാടിയതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പരിഭാഷകൻ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ഉറപ്പുള്ള ഒരു പാവയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കുലുങ്ങിപ്പോകയില്ല. കൊടുങ്കാറ്റിന്റെ മധ്യത്തിലാണ് ഞങ്ങൾ, തിരമാലകൾ ഞങ്ങളെ ആഞ്ഞടിക്കുന്നുണ്ട്, കൊടും ഭീകരതകൾ ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളെ ഭീതിപ്പെടുത്തുന്നു, എങ്കിലും ക്രിസ്തു ആകുന്ന പാറമേൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. വലിയ പ്രത്യാശ തന്നായിട്ടുള്ള ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കുവാൻ ആർക്ക് കഴിയുമെന്നുള്ള റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ നിന്ന് അവരോട് സംസാരിച്ചു. 1400 പേരിരിക്കുന്നതായ ആ മീറ്റിംഗിൽ എല്ലാവരും കണ്ണുനീരോടുകൂടെ തന്നെ അത് ഉൾക്കൊണ്ടു. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് വന്ന് ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസം പകരുവാൻ കേരളത്തിൽ നിന്ന് നിങ്ങൾ വന്നത് ഞങ്ങൾക്ക് എത്രയോ ആനന്ദകരമാണ്. ഞങ്ങളുടെ വേദനകൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒപ്പിയെടുക്കുന്നല്ലോ എന്ന്. പ്രിയമുള്ളവരെ, ആ പ്രദേശത്ത് സംഭവിച്ച ദുരന്തങ്ങളുടെ ഒരു നേർചിത്രം കാണുവാൻ അവസരം കിട്ടിയവരാണ് ഞങ്ങൾ. അന്ന് ആ 145 വീടുകൾ കത്തിയമർന്നപ്പോൾ അവിടെ 22 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവളൊരു അധ്യാപികയാണ്. അവളുടെ കൂട്ടത്തിൽ 80 കുഞ്ഞുങ്ങൾ താമസിച്ച ബാപ്റ്റിസ്റ്റ് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ താമസിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. രാത്രിയിൽ പതിവ് പോലെ ഒരു ഉറങ്ങാൻ കിടന്നു. 3-ാം തീയതി രാത്രി യാതൊരു അനിഷ്ട സംഭവം ആ ദേശത്ത് നടന്നിട്ടില്ല. അർദ്ധരാത്രിയായപ്പോൾ അവർ കിടക്കുന്ന വീടുകളെല്ലാം കത്തി അമരുന്നു. തൈലം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വീടുകളാണ് അവിടെയുള്ള എല്ലാ വീടുകളും. നമ്മളെ പോലെ വലിയ സൗദകളൊന്നും തന്നെ ഒരു പണിയാറില്ല. മാക്സിമം ഒരു വീടിന് ചെലവാക്കുന്ന 5 ലക്ഷം രൂപയാണ്. മാക്സിമം 50,000 രൂപ മുതലാണ് അവരുടെ വീടുകൾക്ക് ആകെ ചെലവാകുന്നത്. അങ്ങനെയുള്ള വീട് പൂർണ്ണമായി കത്തി അമർന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ മേത്തേക്ക് അത് വീഴുന്നു. ഈ 22 വയസ്സുകാരിയായ പെൺകുഞ്ഞ് അവൾക്ക് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന്. 80 കുട്ടികൾ തന്നോടൊപ്പമുണ്ട്. അവൾ അവരെ പലരെയും വാരിയെടുത്തു. 1-ൽ കൂടുതൽ കുഞ്ഞുങ്ങൾ അവരുടെ കൈക്കുള്ളിൽ വന്നു. ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ തട്ടി ഉണർത്തിക്കൊണ്ട് ആ രാത്രി മുഴുവനും ആ കാട്ടിലൂടെ 22 വയസ്സുകാരി ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഓടി. അവർ ഓടി ഒരു പുഴതീരത്തിൽ നിന്ന് പ്രഭാതത്തിൽ വീണ് കിടക്കുന്ന അവസ്ഥയുണ്ടായി. അതിനുശേഷം പിന്നീടാണ് അവരറിയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ പല മാതാപിതാക്കളും വെന്തുരുകിയിരിക്കുകയാണ്, മരിച്ചിരിക്കുകയാണ്. പല കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾ ഇനി ഇല്ല എന്നുള്ള ആ ഒരു വേദന. അത് കഴിഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി. അവളുടെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അവൾ പറഞ്ഞു, ഈ കാര്യങ്ങൾ ലോകത്തോട് പറയാൻ ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങൾ അവരോട് ഉറപ്പ് കൊടുത്തു, ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം, ലോകമുണ്ട് നിങ്ങളോടൊപ്പം, കർത്താവുണ്ട് നിങ്ങളോടൊപ്പം. ആ ധൈര്യം അവർക്ക് വളരെ ആശ്വാസമായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ മറ്റു പല വില്ലേജുകളും സന്ദർശിച്ചു. രോഗികളായിട്ടുള്ള പലരെയും കണ്ടു. ചുരാചാൻപൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ലംക മെഡിക്കൽ കോളേജിൽ, ഇപ്പോൾ ലംക എന്നറിയപ്പെടുന്ന ചുരാചാൻപൂർ, മുൻപ് അറിയപ്പെട്ടിരുന്ന ചുരാചാൻപൂരിൽ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച, നെഞ്ചിൽ വെടിയുണ്ട് തകർത്തിട്ട് അത് എടുത്തു കളയാൻ ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന
മരണത്തോട് മല്ലിട്ട് കൊണ്ട് കിടക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കണ്ടു. പ്രായമായവരും പാതി വെന്ത് കിടക്കുന്നവരും അതുപോലെ ഗർഭചിത്രം സംഭവിച്ച് കുഞ്ഞിനെ വയറ്റിൽ നിന്ന് എടുക്കാനായി മരിച്ച കുഞ്ഞിനെ എടുക്കാൻ പോലും ഓപ്പറേഷൻ ചെയ്യുവാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന അമ്മമാരെ ഞങ്ങൾ കണ്ടു. വളരെ വേദനാജനകമായ അന്തരീക്ഷത്തിൽ നിലവിളിയുടെ ശബ്ദം മാത്രമുള്ളപ്പോഴും അവരുടെയൊക്കെ ഉള്ളിൽ ഒരു വലിയ പ്രത്യാശയുണ്ട്. അത് ക്രിസ്തു നൽകുന്ന സമാധാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയത്തിൽ നിറയപ്പെടണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ആ പ്രാവശ്യത്തെ സന്ദർശനം കൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യം പൂർണ്ണമായി ബോധ്യമായി. ഇവിടെ കേരളത്തിൽ നമ്മൾ കേട്ടതായ കാര്യങ്ങളല്ല സത്യം. ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞതോ സാമൂഹ്യ മാധ്യമങ്ങൾ ഇവിടെ വന്നതോ ഇവിടെ പ്രചരിപ്പിച്ചതായുള്ള കഥകളോ അല്ല ഇതിന്റെ പിന്നിൽ. മറിച്ച് ഇതിന്റെ പിന്നിൽ വേറെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്, ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് ആ പ്രദേശത്തെ കുറിച്ചുള്ള ഒരു പഠനത്തിന്റെ അനിവാര്യത ഞങ്ങൾക്ക് ബോധ്യമാകുകയും അങ്ങനെ ഞങ്ങൾ അതിന്റെ വിവിധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്തത്. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, അഡ്വക്കേറ്റ് ജോസ് കല്ലനും ഒക്കെ അവരുടെ ഈ വക്കീലന്മാരുടെ ബുദ്ധി ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഒരു ദൈവവൈദ്യൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഇവർക്ക് ഇത്രത്തോളം കഷ്ടതകൾ ഈ സമൂഹം തന്നെ നൽകിയത് എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത. അതിന്റെ മറുപടിയൊക്കെ അവരുടെ അതിരങ്ങളിൽ നിന്ന്, അവിടെയുള്ള സാമാന്യ ജനങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് ലഭിച്ചു. അതെന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ് ഈ കലാപത്തിന്റെ പിന്നിൽ. 3 കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം അതിനകത്തൊരു മതവൽക്കരണ പരിപാടി ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ മണിപ്പൂർ എന്ന് പറയുന്നത് രത്നങ്ങളുടെ നാടാണ്, മനോഹരമായ ദേശമാണ്. വളരെ നീണ്ടു നിവർന്നു കിടക്കുന്ന വളരെ താഴ്വരകൾ, അതിന് ചുറ്റുപാടും വളരെ മനോഹരമായ കൊടുമുടികൾ കണക്കായി നിൽക്കുന്ന പർവ്വതങ്ങൾ അവിടെ കാണാം. അവിടെ 3 തരത്തിലുള്ള ആളുകളാണ് പാർക്കുന്നത്. ഒന്ന് മേത്തി വിഭാഗക്കാർ. മേത്തി വിഭാഗക്കാരിൽ പ്രധാനമായിട്ടുള്ളത് 4 കൂട്ടരാണ്. അതിനകത്ത് ഒന്ന് ബ്രാഹ്മണന്മാരാണ്, രണ്ടാമത്തേത് ക്ഷത്രിയരാണ്, മൂന്നാമത്തത് OBC വിഭാഗത്തിൽപ്പെട്ടവരും 4 SC വിഭാഗത്തിൽപ്പെട്ടവരും. അവരെല്ലാവരും വളരെ സന്തോഷത്തോടും ഐക്യത്തോടും കൂടെ ജീവിച്ചു വരികയാണ്. അവരുടെ ഇടയിൽ കുക്കികൾ എന്ന് പറയുന്ന ഗോത്ര വിഭാഗം മലമുകളിൽ പാർക്കുവാനായിട്ടുണ്ടായിരുന്നു. അവര് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്. എന്നാൽ മേത്തികളായിട്ട് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരുമല്ല. അതുകൊണ്ട് ഇവിടെ ആദ്യമേ പ്രചരിപ്പിച്ചായ ഒരു കുപ്രചരണം ഒന്നാമത് ഇങ്ങനെയായിരുന്നു: ഇത് 2 ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാണ്. എന്റെ പൊന്നു സാറേ, ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാണെങ്കിൽ 2 കൂട്ടരും ഗോത്രങ്ങളാകണം. എങ്ങനെയാണ് ബ്രാഹ്മണന്മാർ ഗോത്രവർഗക്കാരാകുന്നത്? എങ്ങനെയാണ് ക്ഷത്രിയർ ഗോത്രവർഗക്കാരാകുന്നത്? എങ്ങനെയാണ് OBCയിൽപ്പെട്ടവർ ഗോത്രവർഗക്കാരാകുന്നത്? എങ്ങനെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടവർ ST ആകുന്നത് അല്ലെങ്കിൽ ഗോത്രവർഗമാകുന്നത്? അതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. രണ്ടാമത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എക്കണോമിക് റീസൺസ് ആണ്, സാമ്പത്തിക പ്രശ്നമാണ്. എന്താണ് സാമ്പത്തിക പ്രശ്നം? അവിടെ ആ മലനിരകളിൽ ലോകത്തിൽ ഏറ്റവും അധികം പെട്രോളിയം ലഭ്യമാകുന്ന ദേശമാണെന്നുള്ളത് 2003 7 പെട്രോളിയം കമ്പനികൾ വന്ന് നടത്തിയ പഠനത്തിലൂടെ മനസ്സിലായി. അതുകൊണ്ട് ആ ഗോത്രവർഗക്കാർ പാർക്കുന്നാട്ടിലെ മലമുകളിൽ ആ മലയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ അവരോട് തങ്ങിക്കൂടാ, അവരോട് പാർത്തുകൂടാ. അപ്പൊ ഇതിനകത്തൊരു എക്കണോമിക് റീസൺ വളരെ വ്യക്തമായിട്ട് സാമ്പത്തികമായ ഒരു ലക്ഷ്യം ഇതിനകത്തുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി. പക്ഷെ ആരോട് പറയാൻ? ഇത് ഉരുവാക്കിയിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഉരുവാക്കിയിരിക്കുന്ന ആളുകൾ അവര് ആരാണെന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. ഞാൻ അതിലേക്ക് വരാം. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ കുക്കി വിഭാഗവും നാഗ വിഭാഗവും എന്ന് പറയുന്ന മറ്റൊരു ഗോത്രവർഗം കൂടിയുണ്ട്. അവര് എല്ലാവരും ഐക്യമായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. മേത്തികളും കുക്കികളും ഈ മെയ് 3-ാം തീയതി വരെ യാതൊരു വിധത്തിലുള്ള കലാപവും ആ ദേശത്ത് എവിടെയും ഉണ്ടായിട്ട് ഒരു ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് 2 ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാണെന്ന് നമുക്ക് വിധിയെഴുതാൻ കഴിയുകയില്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം. ഈ സാമ്പത്തികമായ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവിടെ ഉരുവാക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ അവിടുത്തെ ബഹുമാനായിരിക്കുന്ന ശ്രീ N വീരൻ സിംഗ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം 2017 34 കമ്പനികളുമായിട്ട് ഒരു കരാറിൽ ഒപ്പിട്ടു. ആ 34 കമ്പനികളിൽ ഒരു കമ്പനി വിഴിഞ്ഞം തുറമുഖത്ത് വന്ന് താവളം അടിച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ആളുകളടക്കം അതിന് നേതാക്കന്മാരടക്കം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലനിരകൾ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തരികയാണ്. 34 കമ്പനിയുമായിട്ട് ആ കരാർ ഉറപ്പിച്ചിരിക്കുന്ന ആദരണീയനായിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ N വീരൻ സിംഗ്
അദ്ദേഹത്തിന് ഈ ജനതയെ അവിടെ ഉന്മൂലനം ചെയ്തെങ്കിൽ മാത്രമേ അത് പിടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ട് അവരിൽ നിന്ന് ആ സ്ഥലങ്ങൾ പിടിച്ചെടുത്താൽ പോരെ എന്ന്. 1960 നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേകമായി എഴുതി ചേർത്ത ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലമുകളിൽ പാർക്കുന്നതായിട്ടുള്ള ഗിരിവർഗക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ആ മലകൾ. അതുകൊണ്ട് ആ മലകളിലേക്ക് മറ്റ് വിഭാഗക്കാർക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല. അവർക്ക് അവിടെ സ്വത്ത് വാങ്ങിക്കാൻ കഴിയുകയില്ല, അവിടെ ഭൂമി വാങ്ങിക്കാൻ കഴിയുകയില്ല, അവിടെ വീട് വെക്കാൻ കഴിയുകയില്ല. അവിടെ 100% വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ കഴിയുന്നതായിട്ടുള്ള ആ ജനതയ്ക്കുള്ളിലേക്ക് സാമ്പത്തികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തീപ്പൊരി പറപ്പിച്ചെങ്കിൽ മാത്രമേ അവരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ കഴിയൂ എന്നുള്ളത് അവിടുത്തെ ഭരണകൂടത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് വളരെ കൃത്രിമമായി തന്നെ ചില വ്യവസ്ഥകൾ അവിടെ കൊണ്ടുവന്നു. കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആദരണീയനായിരിക്കുന്ന അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കലും ഞാനും കൂടെ ഛത്തീസ്ഗഡിൽ പോയിരുന്നു. ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. അവിടെയും ഇതേ കുതന്ത്രം തന്നെയാണ് അവർ ഉപയോഗിച്ചത്. അവിടെയും ഗോത്രങ്ങൾ നിന്ന് ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ മൃഗീയമായിട്ട് അവരുടെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ തീ വെക്കുന്ന ഒരു സന്ദർഭം. ഞങ്ങളുടെ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ ആ ഗ്രാമവാസികൾ ഞങ്ങളോട് പറഞ്ഞ കാര്യം കേട്ട് വാവിട്ട് നിലവിളിച്ച ഒരു സംഭവമുണ്ട്. അതെന്താണെന്ന് അറിയേണ്ട, ആ ഗ്രാമത്തിലെ ഒട്ടുമിക്ക ആളുകളും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ വന്ന് അവരെ പുറമെ നിന്ന് വന്ന ഒരു പറ്റം ആളുകൾ, ബിസിനസ്സുകാർ, അവർ വന്നിട്ട് ഇവരെ പിടിച്ച് ഒരു മൈതാനത്തോടെ നിർത്തി. എന്നിട്ട് കീറുവറ കൊണ്ട് അവരെ അടിച്ചു. അവർ താഴെ വീണപ്പോൾ പെൺകുഞ്ഞുങ്ങളെ അവർ പിടിച്ചിരുത്തിയിട്ട് കാലുകൾ രണ്ട് വശത്തേക്ക് വലിച്ചു കീറിയ അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ അത്ര മൃഗീയമായോ അതിനേക്കാൾ മൃഗീയമായിട്ടുള്ള ഒരു ആസൂത്രിതമായ കലാപം തന്നെ മണിപ്പൂരിൽ അഴിച്ചുവിടേണ്ടത് അവിടുത്തെ ശ്രീ എൻ ബീരൻ സിംഗ് എന്ന് പറയുന്ന അവിടുത്തെ ആദരണീയനായിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ കലാപം മെയ് 3-ാം തീയതി നടക്കുന്നത്. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പോവുകയാണ്. മെയ് 3-ാം തീയതി ഈ കലാപം നടക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു സർവേ നടന്നു. ആ സർവേ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ മേത്തി വിഭാഗത്തിൽ നിന്ന് എത്ര ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു എന്നുള്ളത് അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ അവിടെ അരംഗായ് താങ്കോൺ എന്ന് പറയുന്നതായ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ്, ഒരു സംഘടന, ഭീകര സംഘടന അവിടെ ആദരണീയനായിരിക്കുന്ന ശ്രീ എൻ ബീരൻ സിംഗിന്റെ നേതൃത്വത്തിൽ ആ സംഘടന രൂപീകരിച്ചതിന്റെ ആശയം എന്ന് പറയുന്നത് ആ മണിപ്പൂരിലുള്ള എല്ലാ ജനതയെയും സനാമഹിസം എന്ന് പറയുന്ന അവരുടെ മുൻ മതത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. സനാമഹിസത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. 300 വർഷം മുമ്പ് ആ മണിപ്പൂരിന്റെ പേര് കാംഗ്ലേപാക് എന്നായിരുന്നു. കാംഗ്ലേപാക് എന്ന് പറയുന്ന ആ ഗോത്രവർഗം ജീവിച്ചിരുന്ന, നമുക്കറിയാവുന്ന പോലെ 568 നാട്ടുരാജ്യങ്ങളായിരുന്നു നമ്മുടെ ഈ ഇന്ത്യ എന്ന് വിളിക്കുന്ന ഇന്നത്തെ ഈ ഗ്രേറ്റ് ഇന്ത്യ, മനോഹരമായിരിക്കുന്ന നമ്മുടെ ജനാധിപത്യ സമ്പ്രദായമുള്ള മനോഹരമായിരിക്കുന്ന നമ്മുടെ രാജ്യം. പക്ഷേ 568 നാട്ടുരാജ്യങ്ങളായിരുന്നു. അതിലൊരു നാട്ടുരാജ്യമായിരുന്നു കാംഗ്ലേപാക്. ആ കാംഗ്ലേപാക്കിൽ പാർത്തിരുന്നതെല്ലാം തന്നെ ഗോത്രവർഗക്കാരായിരുന്നു. ആ ഗോത്രവർഗക്കാരനിടയിലേക്ക് നിർബന്ധിതമായ ഒരു മതപരിവർത്തനത്തിന് വേണ്ടി ഒരു വ്യക്തി കടന്നു ചെല്ലുകയും അവരോട് ആ മതം വിട്ട് ഇന്ത്യയുടെ ആര്യനിസത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ആര്യൻ മതം അവരുടെ മടിത്തട്ടിലേക്ക് വിട്ടുകൊടുത്തിട്ട് അവരോട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ ഗോത്രവർഗക്കാരല്ല, ഇനി മുതൽ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു പ്രത്യേക പദവി തരികയാണ്. ഇന്നു മുതൽ നിങ്ങൾ ക്ഷത്രിയരായിട്ട് അറിയപ്പെടും. അവിടെയൊക്കെ ബ്രാഹ്മണന്മാർ വന്നു, ചാതുർവർണ്ണ്യം അവിടെ കടന്നു വന്നു. അങ്ങനെ ക്ഷത്രിയ വിഭാഗം ഉണ്ടായി. അതിനുശേഷം OBC എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ സംജാതമാക്കപ്പെട്ടു. അതിനുശേഷം SC വിഭാഗവും അവിടെ ഉണ്ടായി. അപ്പൊ ഈ മേത്തികളുടെ ഇടയിൽ ഈ പ്രധാനപ്പെട്ട 4 ഈ ചാതുർവർണ്ണത്തിന്റെ എല്ലാ ഭീകരമായ അന്തരീക്ഷങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ പീതാംബരൻ എന്ന് പറയുന്ന ഒരു രാജാവ്, ആ രാജാവിന് ശേഷം വന്ന അദ്ദേഹത്തിന്റെ പുത്രൻ അവിടെ നിർബന്ധിതമായ മതപരിവർത്തനം നടത്തുകയുണ്ടായി 300 വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം അവർക്കാർക്കും ഈ ഗോത്രവർഗ പദവി വേണ്ട എന്ന് ആവശ്യപ്പെട്ടവരാണ്. എന്നാൽ ഈ കഴിഞ്ഞ മാർച്ചിൽ അവിടെയൊക്കെ നിയമിതനായിരിക്കുന്ന ആദരണീയനായിരിക്കുന്ന ശ്രീ മുരളീധരൻ എന്ന് പറയുന്ന നമ്മുടെ അയൽ നാട്ടുകാരനായിരിക്കുന്ന വെല്ലൂരിലെ ഒരു ചീഫ് ജസ്റ്റിസ് അവിടെയൊക്കെ ട്രാൻസ്ഫറായി പോകാനിടയായി. അദ്ദേഹത്തിന്റെ ടേബിളിൽ ഒരു കേസ് വരികയാണ്. ആ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേത്തി വിഭാഗക്കാർക്ക് സംവരണം കൊടുക്കണം. ഏത് തരത്തിലുള്ള സംവരണം?
ST വിഭാഗത്തിന് സംവരണം, ഷെഡ്യൂൾ ട്രൈബ്സിന്റെ സംവരണം. കാരണം എന്താണ്? 1960 ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്ന STകൾക്ക് മാത്രം അവകാശപ്പെട്ട മലനിരകളെ ഇവർക്ക് കൈവശപ്പെടുത്തിയെങ്കിൽ മാത്രമേ തങ്ങൾ ഒപ്പിട്ട് വെച്ചിരിക്കുന്നതായ 34 കമ്പനികൾക്ക് അവകാശം കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായിട്ട് പേപ്പർ അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് വന്നു. സംവരണം നഷ്ടപ്പെട്ട പിന്നോക്ക ക്രിസ്ത്യൻ അസോസിയേഷന് വേണ്ടി ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയിട്ടുള്ളവനാണ്, കേസ് വാദിക്കാനായിട്ട് പോയിട്ടുള്ളവനാണ്. അവിടെ ചെന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു താല്പര്യം കൂടി ഉണ്ടായി. ഇവിടെ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്ന SC വിഭാഗത്തിലുള്ള ആളുകൾക്കും കൂടെ സംവരണം ചോദിക്കണം. അപ്പോൾ അന്നത്തെ ആദരണീയനായിരിക്കുന്ന ചീഫ് ജസ്റ്റിസ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഇറങ്ങി ഓടിക്കോണം, നേരെ സുപ്രീം കോടതിയിൽ പോയിക്കോണം, ഇവിടെ തൊടാനേ പറ്റുകയില്ല, ആ കേസ് ഇവിടെ എടുക്കാൻ കഴിയുകയില്ല. SC ST വിഭാഗങ്ങളുടെ കേസുകൾ ഒരു ഹൈക്കോടതിക്ക് എടുക്കാൻ അവകാശമില്ലെന്ന് നിയമം നന്നായി അറിയുന്ന, നിയമത്തെ വ്യാഖ്യാനിക്കുന്ന ആദരണീയനായിരിക്കുന്ന മുരളീധരൻ സാറിന് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അദ്ദേഹത്തെ വില കൊടുത്ത് അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് ഈ ഒരു ഉദ്യമത്തോടു കൂടി ആയിരുന്നതുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ വിധി പ്രസ്താവിച്ചു. എന്താണെന്ന് അറിയണ്ടേ? നമ്മളൊക്കെ ഞെട്ടുന്ന വിധി. ഒരു സിംഗിൾ ബെഞ്ച് വിധിക്കുകയാണ്, 4 ആഴ്ചക്കുള്ളിൽ ഈ മേത്തി വിഭാഗത്തിന്, മേത്തി കമ്മ്യൂണിറ്റിക്ക് മുഴുവനായിട്ട് ST പദവി കൊടുക്കണം. അതൊക്കെ എവിടേക്കാണ് നമ്മുടെ രാജ്യം ഓടിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ആകെ പോകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജുഡീഷ്യറിയിലാണ്. അവിടെ പോലും ഈ വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നു, ഈ വിധത്തിലുള്ള നിയമങ്ങൾ ചില ആളുകൾ കയ്യിലെടുക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഇല്ലായിരുന്നെങ്കിൽ ആ വിധി ഒരു പക്ഷെങ്കിൽ നടപ്പാക്കാൻ വേണ്ടി കുറെ കൂടെ ആളുകൾ കൊല്ലപ്പെട്ടേനെ. പക്ഷേ നമ്മുടെ സുപ്രീം കോടതിക്ക് തെറ്റുപറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ തെറ്റുപറ്റാത്തത് കൊണ്ട് നമ്മൾ ആ ജനതയെ നമുക്ക് ജീവനോടെ തിരിച്ചു കിട്ടി. സുപ്രീം കോടതി ബഹുമാനപ്പെട്ട ആദരണീയനായിരിക്കുന്ന ചീഫ് ജസ്റ്റിസ് വളരെ കർക്കശമായി നിശ്ചിതമായിട്ട് ആ ശ്രീ മുരളീധരൻ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പത്രങ്ങൾ മുഖാന്തരം വായിച്ചു കാണും. എന്താണ്? അദ്ദേഹത്തിന്റെ ടേബിളിൽ പോലും കൈ കൊണ്ട് തൊടാൻ പാടില്ലാത്ത കേസാണ് അദ്ദേഹം വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എവിടേക്കാണ് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നത്? ഏത് വിധത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്? അപ്പോൾ മലമുകളിൽ പാർക്കുന്ന ഗോത്രവർഗക്കാരുടെ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുവാൻ വേണ്ടി താഴ്വാരത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക പദവി കൊടുക്കുക. എന്തിനു വേണ്ടി? 34 കമ്പനികൾക്ക് അത് തീരെഴുതി കൊടുക്കുവാൻ വേണ്ടിയിട്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ടല്ലോ? ഹലോ, നിങ്ങളാരൊന്നും മിണ്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് സംശയം. ഇതാണ് എന്റെ വാസ്തു. അപ്പൊ എക്കണോമിക് റീസൺസ് വളരെ ഭംഗിയായിട്ടുണ്ട്. അവിടെ ഡയമണ്ട്, വജ്രം, ധാരാളം വജ്രമുണ്ട്. അതുകൂടാതെ ധാരാളം ധാതു ലവണങ്ങൾ, മിനറൽസ് ധാരാളമായി കിട്ടുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ആ മണിപ്പൂരിന്റെ രത്നങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ആ മണിപ്പൂരിൽ അവിടെ ചെന്ന് ഇലക്ഷന് വേണ്ടി നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന, ലോകത്തിന്റെ തന്നെ ഗുരുജി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ ചെന്നതുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നാടിനെ സിംഗപ്പൂരിനേക്കാളും വലുതാക്കി തീർക്കും, സിംഗപ്പൂർ പോലെയാക്കി തീർക്കും എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷേ ഇത്രമാത്രം സിംഗപ്പൂരിന്റെ അനുഭവം അവിടെ ഉണ്ടാകുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല. മനുഷ്യനെ കൊന്നിട്ട് വേണമോ, കത്തിച്ചിട്ട് വേണമോ സിംഗപ്പൂർ ആക്കാൻ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. എന്നാൽ ഇന്ന് 100-ാം ദിവസമാണ്. നമ്മുടെ ബഹുമാനനായിരിക്കുന്ന, നാം എല്ലാം ആദരിക്കുന്നതായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിജി ഈ 100 ദിവസങ്ങൾക്കുള്ളിൽ ആകെ 18 സെക്കൻഡ് മാത്രമാണ് മണിപ്പൂർ എന്നുള്ള ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അതിനോട് ചേർത്ത് 2 കാര്യങ്ങൾ പറഞ്ഞത്. ആലോചിച്ച് നോക്കിയേ, ഒരു ഭവനത്തിൽ 2 ജ്യേഷ്ഠനും കൂടെ വഴക്കുണ്ടാക്കുമ്പോൾ നല്ലൊരു അപ്പനാണെങ്കിൽ ആ അപ്പൻ ആദ്യം ചെയ്യുന്നതാണ്, ന്യായം ആരുടെ ഭാഗത്തുണ്ടോ അവനെ പിടിച്ചിടുക, എന്റെ കാര്യം ഞാൻ തീർപ്പാക്കി തരാം, നീ ഒടുങ്ങിയിരിക്കുക. മറ്റൊന്നോട് പറയും മിണ്ടിപ്പോകരുത്, അടിച്ച് ഷേപ്പ് മാറ്റും എന്ന് സാധാരണ അപ്പന്മാർ പറയും. ഞങ്ങളെപ്പോലുള്ള അപ്പന്മാരാണെങ്കിൽ പറയും മകളെ വഴക്കുണ്ടാക്കില്ല എന്ന് വേണമെങ്കിൽ പറയും. നമ്മുടെ ലോക ഗുരുജിക്ക് വേണമെങ്കിൽ ഒരു വാക്കുച്ചരിക്കാമായിരുന്നു, നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുത്, ഇവിടെ അന്യോന്യം കലയിക്കരുത് എന്ന് പറയാമായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അദ്ദേഹം ഇന്ന് വരെ എവിടെയെങ്കിലും നമ്മുടെ രാജ്യത്തൊരു പ്രശ്നമുണ്ടായിട്ട് ആ പ്രശ്നത്തിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ ഇറങ്ങി വന്നായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് 2 ചിറകുകളുണ്ട്, 2 ചിറകുകൾ. ഒന്ന് നമ്മുടെ ആദരണീയനായിരിക്കുന്ന അമിത്ഷാജി എന്ന് പറയുന്ന മനോഹരമായ ഒരു ചിറക്, മറ്റൊന്ന് വിശ്വന്ത് സിംഗ് എന്ന് പറയുന്ന മറ്റൊരു ചിറക്, ആസാമിന്റെ മുഖ്യമന്ത്രി. ഇവരെ 2 പേരെയും മണിപ്പൂരിലേക്ക് അയച്ചു. 2 പേരും അറ്റർലി ഫെയിലിയർ ആയിട്ട് മടങ്ങി വന്നു, പൂർണ്ണമായി പരാജിതരായി വന്നു.
ഞാൻ എൻ്റെ മീഡിയ സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ ചാനൽ ചർച്ചയിലൊക്കെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ നമ്മുടെ പ്രധാനമന്ത്രി സംസാരിക്കാത്തത്. ഞാൻ പറയുന്ന മറുപടി ഇതാണ്, അദ്ദേഹത്തിന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നവർ പരാജയപ്പെട്ട സ്ഥലത്ത് അതിനേക്കാൾ കൂടുതൽ എന്ത് പറയാനാണ്? അതിനേക്കാൾ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയായിരുന്നു വേണ്ടി. നമുക്കറിയാവുന്ന പോലെ ചുരാചാൻപൂർ എന്ന് പറയുന്ന സ്ഥലം, അവിടെ കുക്കികളാണ് പാർക്കുന്നത്. 98% കുക്കികൾ പാർക്കുന്ന ഇടമാണ് ചുരാചാൻപൂർ. അതിൻ്റെ തൊട്ട് അടുത്ത ജില്ലയാണ് വിഷ്ണുപൂർ. ആ വിഷ്ണുപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പാർക്കുന്ന കൂടുതൽ മേത്തികളാണ്. അവരെല്ലാം വളരെ ഐക്യമായി ജീവിച്ചവരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് വരെ മെയ് 3-ാം തീയതി വരെ മേത്തികളും കുക്കികളും തമ്മിൽ ഒരു കലാപം ആ ദേശത്ത് നടന്നിട്ട് ഒരു ചരിത്രത്തിലും പറഞ്ഞിട്ടില്ല. എന്നാൽ നാഗകളും കുക്കികളും തമ്മിൽ 1992 മുതൽ 95 വരെ അവിടെ വലിയ കലാപം ഉണ്ടാകുകയും 100 ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഗോത്രകലാപങ്ങൾ തമ്മിൽ. അതിനെയാണ് നമ്മൾ ഗോത്രകലാപം എന്ന് വിളിക്കുന്നത്. ഇത് ഗോത്രകലാപമല്ല, മറിച്ച് ഇതൊരു വംശഹത്യ മാത്രമല്ല, അതിന് മതത്തിന്റെ ചായവും കൂടിയുണ്ട്. എന്താണ് മതത്തിന്റെ ചായ്വ്? ഞങ്ങൾ ഈ ഏറ്റവും അടുത്ത് 3-ാം പ്രാവശ്യം പോയി 2-ാം പ്രാവശ്യം പോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ബാബു വർഗീസ് എന്ന് പറയുന്ന അങ്കിളാണ്. അദ്ദേഹം ഒരു സീനിയർ ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം നിങ്ങൾ എല്ലാവരും വാങ്ങി വായിക്കണം. ലെറ്റ് ദേർ ബി ഇന്ത്യ. ഇന്ത്യ ഭാരതം ബൈബിളിന്റെ സൃഷ്ടി. ആധുനിക ഭാരതം ബൈബിളിന്റെ സൃഷ്ടി എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ ലെറ്റ് ദേർ ബി ഇന്ത്യ. മനോഹരമായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ചരിത്രത്തിന്റെ രേഖകളിലും ഒരു ചരിത്ര പഠിതാവെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ 4 കുടിയേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ 4 കുടിയേറ്റം. നമ്മൾക്ക് ആ കുടിയേറ്റക്കാരുടെ പിന്തലമുറക്കാരാണ്. ആദ്യത്തെ കുടിയേറ്റം ഇന്ത്യയിലേക്ക് നടന്നത് നിഗ്രിറ്റോസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ആയിരുന്നു. നിഗ്രിറ്റോസ്. 2ാമത്തെ കുടിയേറ്റം പ്രോട്ടോ ഓസ്ട്രേലിയൻസ്. 3ാമത്തേത് മംഗോളിയൻസ്. ആ മംഗോളിയൻസിന്റെ സന്താന പരമ്പരകളാണ് നോർത്ത് ഈസ്റ്റിൽ പാർക്കുന്നത്. 4ാമത്തെ കുടിയേറ്റം ആര്യന്മാരുടെ കുടിയേറ്റം. ആദ്യത്തെ 3 കുടിയേറ്റങ്ങൾ ഇവിടെ നടന്നപ്പോഴും ഇവിടെ ഒരു കലാപവും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഭൂമിയായിരിക്കുന്ന ഈ ഭാരതം, വളരെ സമൃദ്ധമായിരിക്കുന്ന ഈ ഭാരതം വലിയ സാംസ്കാരികതയുടെയും സംസ്കൃതിയുടെയും മനോഹര രൂപമായിരുന്ന ഈ ഭാരതം ഐക്യത്തിൽ ജീവിച്ചതാണ്. എന്നാൽ 4ാമത്തെ കുടിയേറ്റം നടന്നതോടുകൂടെ ഇവിടെ ചാതൂർ പറഞ്ഞ് രൂപപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തെക്കോട്ട് വരേണ്ടി വന്നു. അങ്ങനെ പ്രോട്ടോ ഓസ്ട്രേലിയൻസിന്റെയും നിഗ്രിറ്റോസിന്റെയും സന്തതി പരമ്പരകളാണ് ഈ തെക്കൻ നാടുകളിൽ പാർക്കുന്ന നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ള നമ്മുടെ ഇടയിൽ വീണ്ടും ആര്യരസം കൊണ്ടുവരുവാനായിട്ട് ചില ബോധപൂർവം ശ്രമിക്കുന്നു. മംഗോളിയൻസിന്റെ ഇടയിലേക്ക് ആര്യരസം എത്തിച്ചേർന്നാണ് ഈ മണിപ്പൂരിലെ പ്രശ്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അവിടെ ഞാൻ പറഞ്ഞല്ലോ, അരുമ്പായ് താങ്കോൾ എന്ന് പറയുന്ന നാട്ടുള്ള ആ വിഭാഗം, അത് മേത്തികളുടെ ഒരു പ്രബല ശക്തിയാണ്. അതെന്തിനു വേണ്ടിയിട്ടുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള എല്ലാ മതക്കാരെയും അവരെല്ലാം തന്നെ സനാമഹിസത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു. സനാമഹിസം എന്ന് പറയുന്ന മതത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകാനായിട്ട്. എന്നാൽ 2003-ൽ മറ്റൊരു മിലിറ്റന്റ് ഗ്രൂപ്പും കൂടെ അവിടെ രൂപപ്പെട്ടു. അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ പ്രമോദ് സിംഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം ഗുജറാത്തിൽ പഠനത്തിനായിട്ട് പോയി. തന്റെ പഠനത്തോടൊപ്പം തന്നെ ABVP എന്ന് പറയുന്ന സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും അങ്ങനെ സംഘപരിവാറിന്റെ കുടക്കീഴിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും മടങ്ങി വന്നിട്ട് അദ്ദേഹം രൂപീകരിച്ചതായിട്ടുള്ള മേത്തി ലീപ്പൂൺ എന്ന് പറയുന്ന മറ്റൊരു സംഘടന. അപ്പൊ അരുമ്പായ് താങ്കോളും മേത്തി ലീപ്പൂണുമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇതൊരു ഹിന്ദു ക്രിസ്ത്യൻ കലാപമാണെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ താമസിച്ചത് അവസാനത്തെ പ്രാവശ്യം, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ പോയി താമസിച്ചത് അവിടുത്തെ ഒരു മേത്തി പോലീസ് ഇൻസ്പെക്ടറുടെ വീട്ടിലാണ്, അവരുടെ താമസ സ്ഥലത്താണ്. അവരെന്തോ ഒരു സ്നേഹത്തിലാണ് ക്രൈസ്തവരെ കാണുന്നത്. അവരെന്തോ ഒരു സ്നേഹത്തിലാണ് കുട്ടികളെയും നാഗകളെയും ഒക്കെ കാണുന്നത്. അപ്പൊ അവിടുത്തെ ഹൈന്ദവര് അവരെല്ലാവരും വളരെ സ്നേഹമുള്ളവരും കരുതുന്നവരുമാണ്. അതുകൊണ്ട് ഇതൊരു ഹിന്ദു ക്രിസ്ത്യൻ കലാപമല്ല, മറിച്ച് ഇത് ഒരു രാഷ്ട്രീയപരമായ നീക്കം, ഇത് ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളൊരു നീക്കം. നിങ്ങൾ ചോദിച്ചേക്കാം, എന്തിനാണ് ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ ഇങ്ങനെയുള്ള സംഘടനകൾ എന്തുകൊണ്ട് ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യണം? അതിനൊരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അരുമ്പായ് താങ്കോൽ എന്ന് പറയുന്നതായിട്ടുള്ള ആ സംഘം രൂപീകൃതമായത് അവരുടെ പഴയ മതത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകാനായിട്ടാണ്. എന്നാൽ ഈ കുക്കികളും നാഗകളും അവർ കൂടുതലും പ്രോട്ടസ്റ്റന്റ് സഭാവിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ ബൈബിൾ ബേസ്ഡ് ചർച്ച് മെമ്പേഴ്സ് ആണ്. കാത്തലിക് ചർച്ചും അവിടെ ധാരാളമായിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ നാഗകളും കുക്കികളും, നാഗകൾ കൂടുതലും ബാപ്റ്റിസ്റ്റുകാരാണ്.
അവിടുത്തെ അഭിവന്യ ആർച്ച് ബിഷപ്പും നാഗാ വിഭാഗത്തിൽപ്പെട്ടാണ് ഡൊമിനിക് പിതാവും. അപ്പം അവരെല്ലാം വളരെയധികം ബൈബിൾ സെന്റേഡ് ആയതുകൊണ്ട് അവർ അറിഞ്ഞിരിക്കുന്നതായ ഈ ദൈവസ്നേഹം, യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം, കാൽവരി കുരിശിൽ ദൈവത്തിന്റെ സ്വരൂപത്തെയും സാദൃശ്യത്തെയും മനുഷ്യവർഗത്തിന് നൽകിത്തരാൻ വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ സ്നേഹം അതെല്ലാവരും അറിയണമെന്ന് ഇവർക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയി ഈ താഴ്വരങ്ങളിൽ താമസിക്കുന്ന മേത്തി വിഭാഗക്കാരോട് അറിയിക്കാൻ തുടങ്ങി. അങ്ങനെ ധാരാളം ആളുകൾ, ഏകദേശം 5% ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. മണിപ്പൂരിൽ ആകെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു 33 ലക്ഷം ജനങ്ങളാണ്. 33 ലക്ഷം ജനങ്ങളിൽ മേത്തികളും കുക്കികളും നാഗകളും എല്ലാം ചേർന്ന് വരുമ്പോൾ തുല്യമായിട്ടുള്ള ആ സമൂഹത്തിൽ പങ്കൻസ് എന്ന് പറയുന്ന മുസ്ലിം സഹോദരങ്ങളുമുണ്ട്. അവരവരുടെ കാര്യം നോക്കി നടക്കുന്നു. രണ്ടാമത്തെ ദുഷ്പ്രചരണം ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഇത് മുസ്ലിംസ് അഴിച്ചുവിട്ടതായ ഒരു പ്രശ്നമാണ്. രോഹിംഗ്യൻ മുസ്ലിംസാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നത്തിന് കാരണം. ഞാൻ മേത്തികളോട് സംസാരിച്ചു, കുക്കികളോട് സംസാരിച്ചു, നാഗന്മാരോട് സംസാരിച്ചു. അവർ പറഞ്ഞു മുസ്ലിംസ് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല, ഇതുവരെ ഇതിനു വേണ്ടിയിട്ടൊരു മിണ്ടാട്ടം പോലും നടത്തിയിട്ടില്ല. ജൂലൈ മാസം 12-ാം തീയതി ഞങ്ങളോട് സമാധാന റാലി നടത്തി. ഇംഫാലിൽ കൂടെ ഒരു സമാധാന റാലി. അന്ന് ഇവിടെ നിന്ന് ചില രാഷ്ട്രീയ നേതാക്കന്മാർ വരുവാനിടയായി കേരളത്തിൽ നിന്ന് വന്നിരുന്നു. ഞങ്ങളിവിടെ നടത്തിയ റാലിയിൽ 20 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പങ്കെടുത്തു. ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, ഹരേ കൃഷ്ണ ഹരേ രാമ വിഭാഗത്തിൽപ്പെട്ടവര്, അതുപോലെ സനാമഹീസത്തിൽപ്പെട്ടവര്, ഹൈന്ദവ സഹോദരങ്ങളുടെ പ്രതിനിധികള്, അതുപോലെ ക്രൈസ്തവ സഭകളുടെ പ്രധാനികളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. ആ സമാധാന റാലി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ മേത്തി ലീഡേഴ്സുമായിട്ട് സംസാരിച്ചു. അവരോട് ചോദിച്ചു, ഇവിടെ ക്രൈസ്തവരും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർ പറഞ്ഞില്ല, ഞങ്ങളും അവരും സഹോദരങ്ങളാണ്. പിന്നെ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് 36 മണിക്കൂറിനുള്ളിൽ, ശ്രദ്ധിക്കണം, 36 മണിക്കൂറിനുള്ളിൽ 251 മേത്തി ക്രിസ്ത്യൻ ചർച്ചസ് നിങ്ങൾ ഡിമോളിഷ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ക്രൈസ്തവരോട് വിരോധമില്ലെങ്കിൽ എന്തിന് നിങ്ങളത് ചെയ്തു? അവരുടെ മറുപടി, സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന മറുപടി, ഞങ്ങളല്ല ഫാദർ ചെയ്യുന്നത്, മറിച്ച് അത് ഇവിടുത്തെ മേത്തി ലീപ്പൂൺ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയുണ്ട്, അവരാണ് ചെയ്യുന്നത്. കൂടാതെ എൻ വീരൻ സിംഗ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സൃഷ്ടിയായിരിക്കുന്ന അരംകായ് താങ്കോൾ അവർ ചേർന്നാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ബാബുഹരി സിംഗാണ് അന്ന് ഷക്കീന ചാനലിന് വേണ്ടിയിട്ട് അതെല്ലാം റെക്കോർഡ് ചെയ്യുകയും അത് പറയുകയും ചെയ്തത്. ഗുഡ്നസ് ടിവിയുടെ പ്രിയപ്പെട്ട ജോസ് പതിയാക്കൽ സാറും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ TV ചാനലിലൊക്കെ അത് പകർത്തിയെടുത്തൊരു വാർത്തയാണ്. അവരാരും അല്ല അത് ചെയ്ത്, മറിച്ച് അവിടുത്തെ മുഖ്യമന്ത്രി സ്പോൺസർ ചെയ്തുകൊണ്ട് നടത്തിയ ഒരു കലാപമാണ് മണിപ്പൂർ കലാപം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തി എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്തു? ഞാൻ പറഞ്ഞല്ലോ, എക്കണോമിക് റീസൺസ്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, അവിടുത്തെ ആദരണീയനായിരിക്കുന്ന മുഖ്യമന്ത്രി പല സന്ദർഭങ്ങളിലും പറഞ്ഞത് അവിടെ പോപ്പി കൾട്ടിവേഷൻ നടക്കുന്ന മലയോരങ്ങളിൽ, അതുകൊണ്ട് ആ പോപ്പി കൾട്ടിവേഷൻ നടത്തുന്ന ആളുകളെ അവരെ ഇല്ലായ്മ ചെയ്യണം. ആരാണത്? കുക്കികളാണെന്ന് ദുഷ്പ്രചരണം നടത്തി. പക്ഷേ അത് അന്വേഷിക്കാൻ നിയോഗിച്ചതായിട്ടുള്ള ശ്രീമതി വൃന്ദ എന്ന് പറയുന്ന ഒരു അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ്, ASP, പുള്ളിക്കാരി അന്വേഷിച്ച് ചെല്ലുകയാണ്. എവിടുന്നാണ് ഈ പോപ്പി കൾട്ടിവേഷന്റെ ആരംഭം എന്ന് അറിയാൻ അന്വേഷിച്ച് ചെന്നു. അവർ കണ്ടെത്തിയതായിട്ടുള്ള ഉറവിടം, അവർ കണ്ടെത്തിയ കള്ളപ്പണം, ലക്ഷങ്ങളുടെ പണം അവർ പിടിച്ചെടുത്തു. കോടിക്കണക്കിന് രൂപ വില വരുന്നതായിട്ടുള്ള ഹെയറോയിൻ അവർ കണ്ടെടുത്തു. ആരുടെ വീട്ടിൽ നിന്ന് അറിയണ്ടേ? ആദരണീയനായിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ രണ്ടാമത്തെ ഭാര്യയായിരിക്കുന്ന ഒലീസ് എന്ന് പറയുന്ന MLA വീട്ടിൽ നിന്ന്, BJP MLA വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഭരണം നടത്തുന്ന ആളുകൾ കൊലപാതകങ്ങൾ നടത്തുന്നു, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു, മയക്കുമരുന്ന് കൃഷി ചെയ്യുന്നു, എന്നിട്ട് അതെല്ലാം നിരപരാധികളുടെ മേലേക്ക് ആരോപിക്കുന്നു. എവിടെയാണ് നമ്മുടെ രാജ്യത്തിൽ സാധാരണക്കാരന് സുരക്ഷയുള്ളത്? ആരാണ് അവർക്ക് സുരക്ഷ കൊടുക്കുക? അവർ തങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഭരണത്തിലേറ്റിയവർ തന്നെ തങ്ങളെ കൊല്ലുക മാത്രമല്ല തങ്ങളെ വിൽക്കുന്ന ഒരു അനുഭവം. ആലോചിച്ച് നോക്കി, ഇത് എവിടെ സംഭവിക്കും? ഇത് മധ്യപ്രദേശിൽ സംഭവിക്കാം, UP സംഭവിക്കാം, ഇത് രാജസ്ഥാനിൽ സംഭവിക്കാം, ഛത്തീസ്ഗഡിൽ സംഭവിക്കാം, ഇത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഹരിയാനയിലും അത് സംഭവിക്കുന്നുണ്ട്. എന്നോട്
ഇവിടുത്തെ ചില മാധ്യമ ചർച്ചകളിൽ ചില സുഹൃത്തുക്കൾ അവർ വാദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് മുസ്ലിം സഹോദരങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള കൊടുംപാതകമാണ്. ഞാൻ അവരോട് മിനിഞ്ഞാന്ന് നടന്ന ചാനൽ ചർച്ചയിൽ ചോദിച്ച ഒരു മറുചോദ്യമുണ്ട്. അങ്ങനെയായിരുന്നെങ്കിൽ മുസ്ലിം സഹോദരങ്ങളാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ അവരുടെ വീടുകൾ നിമിഷങ്ങൾക്കകം ബുൾഡോസർ വെച്ച് തകർക്കുവാൻ തക്കോണം ശക്തരായിട്ടുള്ള ഒരു ഭരണകൂടമല്ലേ സെൻട്രൽ ഗവൺമെന്റിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കി, ഹരിയാനയിൽ സംഭവിക്കുന്നത് അങ്ങനെയല്ലേ, യു പിയിൽ അങ്ങനെയല്ല സംഭവിച്ചത്, ഡൽഹിയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അപ്പൊ ഇത് ആ ഒരു മതത്തെ പറഞ്ഞ് പഴിചാരിക്കൊണ്ട് തങ്ങൾ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ള ഗൂഢമായ ഒരു ലക്ഷ്യവും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ വേറെ ചില കാര്യം കൂടെ പറഞ്ഞിട്ട് അതിന്റെ മറ്റു ചില വശങ്ങൾ കൂടെ പറയട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബ്രേസച്ചനാണ്. മാർത്തോമാ സഭയിലെ പട്ടക്കാരനായിരുന്നു ഒരാൾ എൻ്റെ കൂടെ വന്നത്. മറ്റൊന്ന് ഡൽഹിയിൽ നിന്നുള്ള ഒരു പൊളിറ്റീഷ്യനായിരുന്നു. അവിടെയുള്ള റവറൻ സോമി എന്ന് പറയുന്ന നാഗ വിഭാഗത്തിൽപ്പെട്ടവരും, അതുപോലെ ആംകോ ഓൾ മണിപ്പൂർ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ്റെ അപ്പെക്സ് ബോഡി, എല്ലാ സഭകളുടെ അപ്പെക്സ് ബോഡി ആയിരിക്കുന്ന ആംകോയുടെ പ്രസിഡന്റ് ആയിരുന്ന റവറൻ സൈമണും ഞങ്ങൾ 5 പേരായിരുന്നു ഒരു ടീമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയത്. ഞങ്ങൾ പോയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2ാം പ്രാവശ്യം പോയപ്പോഴും 3ാം പ്രാവശ്യം പോയപ്പോഴും അവിടുത്തെ ടെക്നോ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ അവിടുത്തെ ജില്ലാ കളക്ടർ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങളോട് അപേക്ഷിച്ചൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ കഴിയുകയില്ല, നിങ്ങൾ വേണം ഇടപെടാൻ. ഞങ്ങളോട് പറഞ്ഞാണ്, കേരളത്തിൽ നിന്ന് ചെല്ലുന്ന ഒരു പറ്റം ആളുകളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് കഴിയാത്ത നിങ്ങൾക്ക് കഴിയും, കാരണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. അവിടെയുള്ള മൊറ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന മ്യാൻമറിന്റെയും ഇന്ത്യയുടെയും അതിർത്തി പ്രദേശമാണ്. ആ മൊറ എന്ന് പറയുന്ന സ്ഥലം ദീർഘമായി കിടക്കുന്ന ഭൂപ്രകൃതിയുടെ മനോഹരമായ ഒരു ദേശമാണ്. അവിടെ 80% ഇപ്പോൾ കുക്കികളാണ്. നേരത്തെ കുറച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുക്കികളുടെ ഹിൽ ട്രൈബൽ കൗൺസിലുമായിട്ട് സംസാരിക്കാൻ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ ചോദിച്ചു, കുക്കികളായിരിക്കുന്ന നിങ്ങളെല്ലാം ക്രിസ്ത്യാനികളാണല്ലോ, 98% വരുന്ന നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, നാഗന്മാരായിരിക്കുന്ന ആളുകൾ 98% ക്രിസ്ത്യാനികളാണ്, പിന്നെ എങ്ങനെയാണ് ഈ കലാപം നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവർ ഉപദ്രവിക്കാൻ കഴിയുന്നത്? 2ാമത്തെ പ്രാവശ്യം പോയി ഞാൻ സംസാരിച്ചപ്പോൾ വളരെ കർക്കശമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്നേഹത്തിന്റെ പുറത്താകട്ടോ, ക്രിസ്തീയ ശുശ്രൂഷ എന്നുള്ള നിലയിൽ അവരും എന്നെ കൈക്കൊണ്ടതുകൊണ്ടാണ്. അപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ അട്രോസിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്, ക്രിസ്തീയ സഭയോട് ക്ഷമ ചോദിക്കുകയാണ്, നെയ്ത്തി സഹോദരങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഫാദർ പോയി അവരോട് പറയണം, ഞങ്ങൾ ക്ഷമ ചോദിച്ചിരിക്കുന്ന ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയണമെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്രാവശ്യം ചെന്നപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ഹിൽ ട്രൈബ് കൗൺസിലിന്റെ പ്രസിഡന്റ് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ആദരണീയരായ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ക്ഷമാപണം പറഞ്ഞു, നിങ്ങളത് അവരോട് പോയി പറഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയും പെങ്ങളും അന്തി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു പറ്റം ചെറുപ്പക്കാർ കയറി വന്ന്, ഒരു പറ്റം ആളുകൾ വന്ന് അവരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ചെകിട്ടത്തടിക്കുമ്പോൾ മറുചകിടം കാണിക്കണമെന്ന് പറയുന്ന അതേ രീതിയിൽ നിങ്ങൾ അവിടെ നിൽക്കുമോ, അതോ നിങ്ങൾ പ്രതികരിക്കുമോ? ഞാൻ മറുപടി പറഞ്ഞില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. ഞാൻ മറുപടി പറഞ്ഞില്ല. അവർ പറഞ്ഞതാണ്, ഇതേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഞങ്ങളുടെ അമ്മമാരെ, ഞങ്ങളുടെ പെങ്ങന്മാരെ, ഞങ്ങളുടെ മക്കളെ നഗ്നരാക്കി നടത്തുന്നു, മൃഗീയമായി കൂട്ടബലാത്സംഗം ചെയ്യുന്നു, മാറിടം കടിച്ചു പറിക്കുന്നു. അങ്ങനെയുള്ള ഈ ജനത്തെ ഞങ്ങള് കണ്ടില്ല എന്ന് നടിക്കണമോ? ഇതായിരുന്നു അവരുടെ ചോദ്യം. പ്രിയമുള്ളവരെ, 2 സംഭവങ്ങൾ കൂടി 2 മിനിറ്റുള്ളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതൊന്ന് ഡോക്ടർ ബാബു വർഗീസെങ്കിലും മീഡിയക്കാർ ഞങ്ങൾ എല്ലാവരും കൂടെ പോയതായിട്ടുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ 2 സഹോദരിമാർ നഗ്നരാക്കപ്പെട്ട് നടക്കുന്ന കാര്യം നിങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയാണ്. എന്നാൽ 2 അല്ലായിരുന്നു, 3 പേർ അവിടെ നിന്നുണ്ടായിരുന്നു. ആ 3 പേരിൽ ഒരു സഹോദരി, എൻ്റെ സഹോദരിമാരും എൻ്റെ മകളുമാണ്. അവര് 51 വയസ്സുള്ള ഒരു സഹോദരി. അവളുടെ ഭർത്താവ് കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടിയതായിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഭാര്യ അമൃഗീയമായിട്ട് നഗ്നയാക്കി നടത്തപ്പെട്ടായ സഹോദരി. പക്ഷേ അവര് വളരെ തന്ത്രപൂർവ്വം ആ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ നിന്ന് നാഗ തങ്കോൾ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഓടിപ്പോയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. എന്നാൽ അമ്മയും മകളും, 42 വയസ്സും 21 വയസ്സുള്ള ആ അമ്മയും മകളും അവരുടെ ഭർത്താവും മകനും അവരുടെ കൺമുമ്പിൽ വെച്ച് കൊല്ലപ്പെടുന്നത് കണ്ടിട്ടും അവരെ 2 പേരെ നഗ്നരാക്കി നടത്തിക്കൊണ്ട് ഒരു പറ്റം ചെറുപ്പക്കാർ വയലിലിട്ട് ഇവരെ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തി. ആ
അതിന്റെ വേദന മാത്രമാണ് നമ്മുടെ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രി പറഞ്ഞത്. ഞാൻ അതിന് മനസ്സിലാക്കിയത് നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആദരണീയനായ പ്രധാനമന്ത്രി പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാഞ്ഞിട്ടാണോ എന്നും എനിക്കറിഞ്ഞുകൂടാ. ഈ വീഡിയോ വിട്ടത് എനിക്ക് വളരെയേറെ ദുഃഖമായി തോന്നുന്നു എന്ന്. അവിടെ അമ്മമാർ മാനഭംഗപ്പെട്ടതിലല്ല ദുഃഖം, സഹോദരിമാർ കൊല്ലപ്പെട്ടതിലല്ല ദുഃഖം, അവരുടെ ഭർത്താവും മകനും കൊല്ലപ്പെട്ടതിലല്ല ദുഃഖം. ആ ഗ്രാമത്തിൽ തന്നെ 7 പേര് വെന്ത് വീണ് അവിടെ തീ വെന്ത് മരിച്ച 7 ശവങ്ങൾ ഉണ്ടായിരുന്നു. ആ ശവങ്ങൾ പട്ടികൾ, നായ്ക്കൾ വന്ന് തിന്നാണ് അവസാനിപ്പിച്ചത്. അങ്ങനെയുള്ള ക്രൂരമായ കാര്യങ്ങൾ നടന്നു. 1-ാം പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു സംഭവത്തെ കുറിച്ച് ഞങ്ങൾ അറിയുകയുണ്ടായി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചേട്ടത്തിയും അനിയത്തിയും അവർ കാർ വാഷ് ജോലി ചെയ്യുന്ന 2 പെൺകുട്ടികളായിരുന്നു. അവർ ഇംഫാലിൽ വന്ന് ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവരുടെ അടുക്കലേക്ക് 3-ാം തീയതി അർദ്ധരാത്രി, മെയ് 3-ാം തീയതി അർദ്ധരാത്രി ഒരു പറ്റം ആളുകൾ വരുന്ന കണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഉടമസ്ഥന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയാണ്. കാർ വാഷിന്റെ ഉടമസ്ഥന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നപ്പോൾ അവിടുത്തെ ആ സഹോദരി ഈ 2 പെൺകുഞ്ഞുങ്ങളെ ആ ജനക്കൂട്ടത്തിന് എറിഞ്ഞു കൊടുത്തു. ആ 2 പെൺകുഞ്ഞുങ്ങളെ അത്രയും വന്നായിട്ടുള്ള പേപ്പട്ടിയെ പോലെ വന്നായിട്ടുള്ള ആ ജനക്കൂട്ടം വളരെ മൃഗീയമായിട്ട് കൂട്ടബലാത്സംഗം ചെയ്യുക മാത്രമല്ല, അവരുടെ മാറുവിടം ചെത്തിയെടുക്കുകയും ചെയ്തു. ആലോചിച്ച് നോക്കി, ഇത്ര ക്രൂരമായി ചെയ്യാൻ ആർക്കാണ് കഴിയുന്നത്? കുട്ടികളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ റിട്ടാലിയേറ്റ് ചെയ്യുമ്പോൾ ആളുകളെ കൊല്ലാതിരിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട്? അവർ പറഞ്ഞത്, ഞങ്ങൾ ചെറുപ്പം പോലെ പഠിച്ചെടുക്കുന്ന ഒരു തത്വമുണ്ട്, thou shalt not kill, നിങ്ങൾ കൊല ചെയ്യരുത്. കൊല ചെയ്യരുത് എന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളോട് പറയുന്നതുകൊണ്ട് ഞങ്ങൾ ആരെയും കൊല്ലുകയില്ല, മറിച്ച് ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ദേശത്തിനെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ നടക്കുന്ന അട്രോസിറ്റീസ് എത്രയും വേഗത്തിൽ ഇല്ലാതെയാകണം. അവരാവശ്യപ്പെടുന്നത് എത്ര മാത്രമേ ഉള്ളൂ, ഒരു സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ അവർക്ക് വേണം. ഇന്നലെ ബഹുമാന്യനായ അമിത്ഷാജിയുമായിട്ട് ഹിൽ ട്രൈബ്സിന്റെ നേതാക്കന്മാർ പോയി സംസാരിച്ചെന്ന് രാവിലെ അവരെന്നെ വിളിച്ചു പറഞ്ഞു, ആ സംസാരം മുഴുവനും ഫെയിലിയറായി പോയി ഫാദറെ. ഞാൻ തിരിച്ചു ഇങ്ങോട്ട് പോരുന്ന സമയത്ത് അവർ വീണ്ടും വിളിച്ചു, നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ കഴിയും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ജനത്തോട് പറയുമോ? തീർച്ചയായിട്ടും എനിക്ക് അപേക്ഷിക്കാനുള്ളതാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരുപാട് ദുരന്തങ്ങൾ പേറുന്നതായിട്ടുള്ള ജനങ്ങൾ, അവരുടെ മനസ്സ് മുഴുവനും വേദനകളാണ്. കുഞ്ഞുങ്ങൾക്ക് പഠനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അഭിമന്യ പിതാക്കന്മാരോട് ഇരിപ്പുണ്ടല്ലോ. ഞാൻ പലപ്പോഴും അഭിമാനത്തോടെ ഓർക്കാറുണ്ട്, നമ്മുടെ പിതാക്കന്മാർ എത്ര ക്രിയാത്മകമായിട്ടാണ് പല പ്രശ്നങ്ങളോടും ഇടപെടാറുള്ളത്. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, ആ മണിപ്പൂരിലെ ജനതയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. അവരുടെ മക്കളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ ഇവിടുത്തെ അഭിമന്യ പിതാക്കന്മാർ നിങ്ങളുടെ കലാലയങ്ങളിൽ, നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ അവരെ എടുത്ത് പഠിപ്പിക്കുമെങ്കിൽ അവർക്ക് 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, അവരുടെ കൈകളിലേക്ക് തോക്ക് പോകുകയില്ല, അവരെ തോക്ക് ചൂണ്ടാനായിട്ട് ആരും പഠിപ്പിക്കുകയില്ല. രണ്ടാമതായിട്ട് അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് അവർ എത്തിച്ചേരും. നിങ്ങൾക്കറിയാമോ, ആ 3-ാം തീയതി അവിടെ ഉണ്ടായിരുന്ന DGP എന്ന് പറയുന്ന ഒരു കുക്കിയാണ്, ഡുങ്കിൾ എന്ന് പറയുന്ന ഒരു കുക്കി വിഭാഗത്തിൽപ്പെട്ട ആ മനുഷ്യനെ 4-ാം തീയതി രാവിലെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി. അവിടെ ഉണ്ടായിരുന്ന ചീഫ് സെക്രട്ടറി അദ്ദേഹത്തെ മാറ്റി, കുക്കിയായതുകൊണ്ട്. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച പോയി കണ്ട ഒരു കാഴ്ച കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു MLA കാണാൻ പോയി. ഡൽഹിയിലാണ് ഡൽഹിയിൽ അദ്ദേഹം ചികിത്സയിലാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു, പ്രധാനപ്പെട്ട മന്ത്രിയായിരുന്നു. അതുകൂടാതെ ഇപ്രാവശ്യത്തെ മുഖ്യമന്ത്രിയുടെ അഡ്വൈസറും കൂടിയാണ്. MLA ആണ് അദ്ദേഹം, അഡ്വൈസറാണ് അദ്ദേഹം. 4-ാം തീയതി രാവിലെ ആദരണീയനായിരിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പറയാനായിട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് വാക്കേറ്റമുണ്ട്. അദ്ദേഹം ഇറങ്ങി തന്റെ സ്ഥലത്തേക്ക് വരുന്ന വഴിക്ക് ഒരു പറ്റം ആളുകൾ വന്ന് സ്റ്റീൽ റോഡ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ തലക്കടിച്ച് പൊട്ടിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തില് ഷോക്ക് ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ കുക്കി ഡ്രൈവർ കൊല്ലപ്പെട്ടു. നിങ്ങൾ വായിച്ചുള്ള വാർത്തകളാണത്. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ കണ്ണു തുറക്കാൻ കഴിയാതെ, അപ്പോൾ ഹോസ്പിറ്റലിൽ നാളുകൾ ചികിത്സയിൽ കഴിഞ്ഞ് 40 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് ഒരു പൈസ പോലും ഇനിയും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വാടക വീട്ടിൽ വന്ന് താമസിക്കുകയാണ് ഭാര്യയും ഭർത്താവും അദ്ദേഹത്തിന്റെ അനുഗ്രഹവും പെങ്ങളും എല്ലാവരും കൂടെ. ആ ഡൽഹിയിൽ അവരോട് സംസാരിച്ചു. അവർ പറഞ്ഞു, ഈ മാസത്തെ വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു, ഈ മാസത്തെ വാടക കേരളത്തിന്റെ പൊന്നൂമന മക്കൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ ഈ മാസം അവർക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ പാർക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ശേഷം ഞങ്ങൾ ബഹുമാനപ്പെട്ട പരിസ്ഥിതിനുണ്ടായിരുന്നു. അതുപോലെ ഏഷ്യാനെറ്റിന്റെ ചാനല് എന്നോടൊപ്പം അവിടേക്ക് വന്നിരുന്നു. മറ്റ്
ആ കുക്കി വിഭാഗത്തിലുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു, പൊളിറ്റീഷ്യൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കരം കോർത്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം ബാൻഡേജെല്ലാം ഇട്ട് കിടക്കുന്ന മനുഷ്യൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കണ്ണു തുറക്കാതിരുന്ന മനുഷ്യൻ അദ്ദേഹം കണ്ണു തുറക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും ബാൻഡേജ് അഴിച്ചിട്ട് പറഞ്ഞു, ജീസസ് ഹീൽഡ് മീ, യേശുവിനെ സൗഖ്യമാക്കി. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അത്ഭുതത്തോടെ നടന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അദ്ദേഹത്തെ തിരുവല്ലയിലുള്ള സായിപ്പിന്റെ ആശുപത്രി എന്ന് വിളിക്കുന്ന ആശുപത്രിയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടും കൂടെയാണ് പോയത്. കാരണം അദ്ദേഹത്തിന്റെ മകൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ഫാദർ കഴിയുമെങ്കിൽ എൻ്റെ പപ്പയെ കേരളത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന്. ഞാൻ ഇവിടുത്തെ അതിന്റെ ഡയറക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവന്നാൽ സൗജന്യമായി ട്രീറ്റ്മെന്റ് കൊടുത്തോളാം, ഇവിടെ കൊണ്ടെത്തിച്ചാൽ മതിയെന്ന്. അങ്ങനെ അതിനുവേണ്ടി പോയ ഞാൻ എന്നോട് അദ്ദേഹം പറഞ്ഞത്, എനിക്കിപ്പോൾ സൗഖ്യമുണ്ട്. അദ്ദേഹം വീൽ ചെയറിൽ ഇരുന്ന് ഞങ്ങളോടൊപ്പം ലിവിംഗ് റൂമിൽ വന്നിരുന്ന് സംസാരിക്കുന്ന വീഡിയോയും ഞങ്ങളുടെ പക്കലുണ്ട്. അദ്ദേഹം തളർന്നു കിടന്ന അവസ്ഥയിലുള്ള വീഡിയോയും ഞങ്ങളുടെ പക്കലുണ്ട്. അത് ചാനലുകാരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ദൈവത്തിന്റെ ഇടപെടൽ നടക്കുന്നു. അദ്ദേഹം പൂർണ്ണ സൗഖ്യമായ പല കാര്യങ്ങളും പല ചരിത്രങ്ങളും അദ്ദേഹം പുറത്തേക്ക് വിടും. മാത്രമല്ല, അദ്ദേഹം കേരളത്തിൽ വരും, നമ്മളോട് അദ്ദേഹം വർത്തമാനം പറയും, അദ്ദേഹം സംസാരിക്കും. ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മണിപ്പൂർ വലിയ അകലമല്ല. മണിപ്പൂർ നമുക്ക് വലിയ അകലമല്ല. മണിപ്പൂർ നമുക്ക് സമീപമാണ്. നാം ശ്രദ്ധയോടെ ജീവിച്ചില്ലെങ്കിൽ, ജാഗ്രതയോടെ പ്രതികരിച്ചില്ലെങ്കിൽ, നാം പ്രതിഷേധിക്കേണ്ടത് പോലെ പ്രതിഷേധിച്ചിട്ടില്ലെങ്കിൽ ഇത് മറ്റ് പലയിടങ്ങളിലേക്കും വ്യാപിക്കും. 2000 വർഷത്തെ പാരമ്പര്യം നമുക്ക് മാത്രമേ ഉള്ളൂ. ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ശിരസ് പോലെ നിൽക്കുന്ന ഈ കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തെ സംരക്ഷിക്കുവാൻ, പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്ന ജനത്തിന് ആശ്രയബോധം കൊടുക്കുവാൻ കഴിവുള്ള ഒരു ജനതയാണ് കേരളത്തിലെ ജനത എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട്, ആ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് ഈ വേദി ഒരുക്കിത്തുന്ന അഭിമന്യ തിരുമേനിമാരോടും എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട അച്ഛന്മാരോട്, എന്റെ സ്നേഹിതന്മാരോട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി വന്നിരിക്കുന്ന സിസ്റ്റേഴ്സ്, മറ്റ് എല്ലാവരോടുമുള്ള നന്ദിയും കിടപ്പാടും പറഞ്ഞ് എന്റെ വാക്കിൽ വിരാമം കുറിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.